Hi all, welcome to MFavor. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രയാങ്കിൾസ് എന്നുള്ള ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ ക്വാഡ്രിലാറ്ററൽ, അതായത് ആ ഒരു സെക്ഷനിലാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കാറ്റഗറി വരുന്നത് പോളിഗൺ എന്നുള്ള ഷേപ്പാണ് വരുന്നത്. സോ ട്രയാങ്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. ട്രയാങ്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എന്താണെന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം നമുക്ക് അതിൽ എന്താണ് 4 സൈഡ്സ് ആയിരിക്കും വരുന്നത്. അപ്പം ട്രയാങ്കിൾ ഒബിയസ്ലി എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ബേസിക് ആയിട്ടുള്ളത് ഉണ്ടാവും. ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലൊരു ഐഡിയ നമുക്കുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്. ഇതൊരു റിവിഷൻ പോലാണെങ്കിൽ നിങ്ങൾക്ക് കരുതിയാൽ മതി. കാരണം പല ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലെ തന്നെ ജോമെട്രി, ട്രിഗ്നോമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രയാങ്കിൾസിൻ്റെ ഇത് ബേസിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടൈം കളയുന്നില്ല, ഇതിലേക്ക് പോവാണ്. ഡെഫിനിഷൻ ഓഫ് ട്രയാങ്കിൾ ആണ്. ഡെഫിനിഷൻ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിന് എന്താണ് 3 സൈഡും 3 വെർട്ടെക്സ്. 3 സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ എഡ്ജ് എന്നാണ് പറയുന്നത്. 3 വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിന്റ്, 3 വെർട്ടെക്സ്. ഇത് ഒബിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡ്, 3 വെർട്ടെക്സ്, 3 സൈഡിന് തന്നെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ എഡ്ജ് 0, എഡ്ജ് 1, എഡ്ജ് 2 എന്നാണ് ഇതിനെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലവും ചോദിക്കാം, കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് ട്രയാങ്കിൾസ് തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ട്രയാങ്കിൾസിനെ. ട്രയാങ്കിൾസ് ക്യാൻ ബി ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ട്രയാങ്കിൾസിനെ ലെങ്ത്, അതായത് സൈഡിൻ്റെ ലെങ്ത് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്ന ആംഗിൾ അനുസരിച്ചിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഫസ്റ്റ് ലെങ്തും സെക്കൻഡ് ആംഗിളും അനുസരിച്ചിട്ട് ട്രയാങ്കിൾസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പം 2 രീതിയിലാണ്, ലെങ്തിൻ്റെ ബേസിലും ആംഗിളിൻ്റെ ബേസിലുമാണ് ഇതിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് വന്നിട്ട് ലെങ്ത് ഓഫ് ദി സൈഡ്. ഓരോ ട്രയാങ്കിളിനും 3 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3 സൈഡിൻ്റെ എ ബി സി, ഈ 3 സൈഡിന് എ സി, എ ബി, ബി സി, 3 സൈഡിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ട്രയാങ്കിൾസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സെക്കൻഡ് വൺ വന്നിട്ട് ഐസോസെലസ്, ഐസോസെലസ് ട്രയാങ്കിൾ. തേർഡ് വൺ സ്കെയിലിൻ ട്രയാങ്കിൾ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അതായത് ട്രയാങ്കിൾസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഇക്വിലാറ്ററൽ, ഐസോസെലസ്, സ്കെയിലിൻ. ഇതിൽ ഇക്വിലാറ്റർ ഇതെല്ലാം ലെങ്തിൻ്റെ ബേസിലാണ്. അതായത് ട്രയാങ്കിളിൻ്റെ 3 സൈഡുണ്ട്, ആ സൈഡിൻ്റെ ലെങ്തിൻ്റെ ബേസിലാണ് ഇത് 3 ക്ലാസിഫിക്കേഷൻ ഇവിടെ വന്നേക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇക്വിലാറ്ററൽ. ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ കാണിക്കുന്നുണ്ട് എന്താ, ഈക്വൽ എന്നുള്ള ഒരു മീനിങ് വരുന്നുണ്ട്. സോ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നത്, ഗസ് ചെയ്തെടുക്കാം. അതായത് 3 സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പം നമ്മളിവിടെ ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ നോക്കാം, 3 സൈഡും, ദാറ്റ് ഈസ് ഇത് 5 സെൻറ്റിമീറ്റർ ആണ്, ഇതും 5 സെൻറ്റിമീറ്റർ വരും, ഈ സൈഡും 5 സെൻറ്റിമീറ്റർ വരും. ഇതിനാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ദി ആംഗിൾ, സം ഓഫ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആംഗിൾ എ, ഇത് ആംഗിൾ ബി, ഇത് ആംഗിൾ സി എന്നെടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എ ബി സി എന്നെടുത്തു കഴിഞ്ഞാൽ ഈ 3 ആംഗിൾസ് ആയിരിക്കും ട്രയാങ്കിളിനുള്ളത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ സം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും.
പിന്നെ ആംഗിൾ തന്നെ അത് ഇനിയും ഒന്നുകൂടെ പോയിന്റ് വരുന്നുണ്ട്, എങ്കിലും ഞാൻ ഇവിടെ വെച്ച് തന്നെ അങ്ങ് പറയണം. ഇതിന് ആംഗിൾ ഇന്റീരിയർ, ഇതിനെ നമ്മൾ ഈ സൈഡ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. സോ ഇത് ഇന്റീരിയർ ആംഗിളും ഇത് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയും ട്രയാങ്കിളിന്റെ കേസിൽ. അപ്പം 3 സൈഡ് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. അതുപോലെ ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. സോ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് a പ്ലസ് ബി പ്ലസ് സി = 180. സോ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസ് വരുമ്പോൾ 3 സൈഡും ഈക്വൽ ആണ്. സോ 3 സൈഡും ഈക്വൽ ആവുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, 3 സൈഡും ഈക്വൽ ആയിട്ടാണ്. സോ അതുകൊണ്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ 180 ഡിഗ്രി ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് 60 ഡിഗ്രി ഈച്ച് ആയിരിക്കും. ആംഗിൾസും 3ഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് 3 ഈക്വൽ ആകുമ്പോൾ ഓരോ ആംഗിളും 60 ഡിഗ്രി വീതം ആയിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് അടുത്തത് ഐസോസെലസ് ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ 3 സൈഡും ഈക്വൽ ആയിരുന്നു. പക്ഷേ ഐസോസെലസ് വരുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതാം 2 സൈഡ്സ് ആണ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിൾ അവിടെ സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ആംഗിൾ വിത്ത് 2 ഈക്വൽ സൈഡ്സ് ഈസ് കോൾഡ് ഐസോസെലസ്. ദ ആംഗിൾ കറസ്പോണ്ട് ടു ദ ഈക്വൽ സൈഡ്സ് ഓൾവേസ് ബി ഈക്വൽ. അപ്പം രണ്ട് സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് സൈഡും ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ട്രയാങ്കിൾ എ ബി സി side AB is equal to 5, BC is equal to 5 and AC is equal to 7. then ആംഗിളും അതുപോലെ തരാം. നമുക്ക് രണ്ട് ആംഗിൾ സെയിം ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഇതിൽ നോക്കിയാൽ രണ്ട് സൈഡ് ഈക്വൽ ആണ്. സോ ഇത് ഐഡന്റിഫൈ ദ ട്രയാങ്കിൾ, ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി നമുക്കറിയാം ഐസോസെലസ് ആയിരിക്കും. രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ചിലപ്പോൾ രണ്ട് സൈഡ് ആയിരിക്കത്തില്ല, രണ്ട് ആംഗിൾ മാത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്തോണം, രണ്ട് ആംഗിളും ഈക്വൽ ആയി വന്നു കഴിഞ്ഞാൽ അത് ഐസോസെലസ് ആണ്. സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ലെങ്ത് ഓഫ് ദ സൈഡും 3 സൈഡും ഡിഫറെൻ്റ് ആയിരിക്കും. 3 സൈഡ്സ് വിൽ ബി ഡിഫറെൻ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഐസോസെലസ് വന്നപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വന്നു, രണ്ട് ആംഗിളും ഒബ്വിയസ്ലി അത് ഈക്വൽ ആയിട്ട് വരും. പക്ഷെ സ്കെയിലിൻ ട്രയാങ്കിൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 3 സൈഡ് വിൽ ബി ഡിഫറെൻ്റ്. 3 സൈഡും ഡിഫറെൻ്റ് ലെങ്ത് ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിളും 3 ആംഗിൾസ് ഉണ്ട്, അതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ആംഗിളിന്റെ ബേസിൽ ഇപ്പൊ പറഞ്ഞത് എന്താണ്, സൈഡിന്റെ ബേസിലാണ് ട്രയാങ്കിൾസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തി. ഇനി ആംഗിൾസ് തന്നെ 3 രീതിയിലുണ്ട്. അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. അപ്പൊ ആംഗിളിന്റെ ബേസിലാണ് ആ പേര് വരുന്നത്. റൈറ്റ് ട്രയാങ്കിള്, അക്യൂട്ട് ട്രയാങ്കിള്, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, 3 രീതിയിലുള്ള ട്രയാങ്കിൾസ് വരും. ഇനി ഇതൊക്കെ എന്താണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് അക്യൂട്ട് ട്രയാങ്കിൾ. ഈ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു ട്രയാങ്കിൾ 3 ആംഗിൾസ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസിയാണ് പഠിക്കാൻ. കാരണം എന്താണ്, ഇതിലെല്ലാം ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യവും അതിൻ്റെ കൂടെ ഒരു ചെറിയ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ്. അപ്പം അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒരു അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞ് വരുന്നത്. ഇതിൻ്റെ കേസിൽ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രിയാണ് നമുക്ക് ബേസ് ആയിട്ട് എടുക്കുക. അതായത് 90 ഡിഗ്രിയേക്കാൾ ഈ ആംഗിൾ എടുത്താൽ ഇതൊരു ചിലപ്പോൾ 60 ആകാം, ഇതൊരു 45 ആകാം, പിന്നെ നമുക്ക് ഇതൊരു ഓക്കെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും 180 ഡിഗ്രി വരണം, സമ്മും വരണം. പക്ഷേ ഈ ആംഗിൾസ് എല്ലാം 3 ആംഗിൾസും എന്താണ് 90യേക്കാൾ ലെസ് ദാൻ ആണ്. അപ്പം ഇത് അക്യൂട്ട് ട്രയാങ്കിൾ ഇസ് എ ട്രയാങ്കിൾ വിത്ത് all 3 ആംഗിൾസ് ലെസ് ദാൻ 90. അപ്പം ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയേക്കാൾ ലെസ് ആയിരിക്കും വരുന്നത്. അപ്പം ഇതിനാണ് അക്യൂട്ട് ആംഗിൾ
ട്രയാങ്കിൾ. അപ്പോൾ അങ്ങനെ വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയും. ഇനി റൈറ്റ് ട്രയാങ്കിൾ, ഇത് നമുക്കറിയാം. റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ബാക്കി രണ്ടെണ്ണം 90 സം ചെയ്യും. ഈ ആംഗിളും ഈ ആംഗിളൂടെ സം ചെയ്ത് വരുമ്പോൾ നമുക്ക് 90 വരും. സോ ഇത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എപ്പോഴും വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി ആണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, ഇപ്പം അക്യൂട്ട് ട്രയാങ്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ കേസിൽ ട്രയാങ്കിൾസ് എ ട്രയാങ്കിൾ ഇൻ വിച്ച് വൺ ഓഫ് ദി ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ്, അതായത് ഒരു ആംഗിൾ, വൺ ഓഫ് ദി ആംഗിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ആംഗിൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. സോ ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിൽ വൺ ആംഗിൾ, പ്രധാനം ഞാൻ പറഞ്ഞു ഓരോ പോയിന്റേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പഠിക്കാം, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കണം. നമുക്ക് പ്രോബ്ലത്തിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യാനും വരും. പിന്നെ ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പം അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ ഇത് ഏതാ കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്തത് അങ്ങനെയൊക്കെ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ആകുമ്പോൾ വൺ ആംഗിൾ ആണ്. ആ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ ബാക്കി രണ്ട് ആംഗിൾസ് അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ആംഗിൾസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത് ഒരു 125 ആണെന്ന് എടുത്തോ. അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കി പിന്നെ നമുക്കറിയാം 180 ഡിഗ്രിയിൽ നിന്ന് 125 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾ ഉണ്ട്. ആ ആംഗിളിലായിരിക്കും സമ്മായിട്ട് രണ്ട് ഡിവൈഡ് ചെയ്ത് വരുന്നു. ഇപ്പം പറഞ്ഞത് അക്യൂട്ട് ആംഗിൾ പറഞ്ഞു, ഒബ്റ്റ്യൂസ് ആംഗിൾ പറഞ്ഞു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രോബ്ലം ചെയ്യാം. അതായത് ഐഡന്റിഫിക്കേഷൻ ആണ്. ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ, ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണെന്ന് കണ്ടുപിടിക്കലാണ് നമ്മൾ ഇനിയിപ്പം ചെയ്യുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ whose angles are 35 degree, 40 degree, 105 degree. അപ്പം ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആംഗിളിന്റെ വാല്യൂസ് ഒന്ന് എടുത്ത് നോക്കുക. ഇവിടെ സൈഡ്സ് ഒന്നും തന്നിട്ടില്ല, ആംഗിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ ആംഗിൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ 35 ഡിഗ്രി ഉണ്ട്, 40 ഡിഗ്രി ഉണ്ട്, 105 ഡിഗ്രി ഉണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്ന് ആംഗിൾസും ഡിഫറെൻ്റ് ആണ്. മൂന്ന് ആംഗിൾസും ഡിഫറെൻ്റ് ആണെങ്കിൽ മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആണ്, നമുക്ക് അതിനെ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കാം. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിള് ഞാനിപ്പോൾ പറഞ്ഞു പോയ പോയിന്റാണ്. ഒരു ആംഗിൾ 105 അതായത് 90 ഡിഗ്രിയേക്കാൾ എബോവ് ആണ് ഒരു ആംഗിൾ. അപ്പം നമുക്ക് പറയാം ഒബ്റ്റ്യൂസ് ആണ്. ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ്. ഇങ്ങനെയാണ് ആംഗിൾസ് വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ വെച്ചിട്ട് മൂന്ന് ആംഗിൾ ഡിഫറെൻ്റ് ആണ്. സോ മൂന്ന് ആംഗിൾ ഡിഫറെൻ്റ് ആയിക്കഴിഞ്ഞാൽ മൂന്ന് സൈഡ് ഡിഫറെൻ്റ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൈഡിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം ഇത് സ്കെയിലിൻ ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഇനി ആംഗിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കേ, ഒരെണ്ണം 35 ഡിഗ്രി, ഒരെണ്ണം 40 ഡിഗ്രി, ഒരെണ്ണം 105 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 105 എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള ഒരു ആംഗിൾ വന്നു. അപ്പം അതിനർത്ഥം ഇത് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കേ, മൂന്ന് ആംഗിൾസ് 55 ഡിഗ്രി, 65 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഇങ്ങനെ മൂന്ന് ആംഗിൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ മൂന്ന് ആംഗിൾസും ഡിഫറെൻ്റ് ആണ്. ആദ്യം നോക്കി മൂന്ന് ആംഗിൾസ് ഡിഫറെൻ്റ് ആകുമ്പോൾ ത്രീ സൈഡ്സ്
ഡിഫറെൻറ്റ്. 3 സൈഡ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇത് സ്കെയിലി ട്രയാങ്കിൾ. ഇനി ഈ ആംഗിൾസ് നോക്കിയാൽ ഈ ആംഗിൾസിൻ്റെ പ്രത്യേകത ഇതെല്ലാം ബിലോ, അതായത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. എല്ലാം 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. സോ ഇത് അക്യൂട്ട് ട്രയാങ്കിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 50 ഡിഗ്രി ഉണ്ട്, 40 ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഒരെണ്ണം 90 ഡിഗ്രി എന്ന് കാണുമ്പോൾ തന്നെ പറയാം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 3 ആംഗിൾസും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇത് സ്കെയിലി ട്രയാങ്കിൾ ആണ്. ഇങ്ങനെയാണ് ട്രയാങ്കിളിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ടൈപ്സ് ഓഫ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ 3 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിലും കണ്ടോ, ഇതും നമുക്കറിയാം 2 സൈഡ് ഈക്വൽ ആണ്. അടുത്ത പ്രോബ്ലം 4ൽ നോക്കിയേ, ഇവിടെ ആംഗിൾസ് ഒന്നുകൂടെ ഞാൻ എഴുതാം. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ നോക്കിയേ 45, 45 2 ആംഗിൾ സെയിം ആണ്, 2 സൈഡ് സെയിം ആണ്, 2 സൈഡ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ 2 ആംഗിൾ സെയിം ആണ്, 2 സൈഡ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതായത് ഇത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. 2 ആംഗിൾസ് സെയിം ആണ് ആൻഡ് അതർ ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ ടോട്ടൽ ആംഗിൾ സം ചെയ്യുമ്പോൾ ഇവിടെ 180 ഡിഗ്രി വരും. സോ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 5. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഹൂസ് ആംഗിൾസ് ആർ 70 ആൻഡ് 40 ഡിഗ്രി. അപ്പം ആംഗിൾസ് എന്ന് പറയുന്നത് 70 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി ആണ് വന്നിട്ട്. ഇപ്പം 70 ഡിഗ്രി 40 ഡിഗ്രി ആണ്. അപ്പോൾ ടോട്ടൽ സം ചെയ്താൽ ഇവിടെ 180 ഡിഗ്രി വരുമല്ലോ. അപ്പോൾ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ 70 ആൻഡ് 40. സോ 2 സൈഡ്സ് ആംഗിൾസ് 2 ആംഗിൾസ് സെയിം ആണ്. 2 ആംഗിൾസ് സെയിം ആകുമ്പോൾ എന്താണ്, 2 സൈഡ്സ് സെയിം ആണ്. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. പിന്നെ എന്താണ്, ഇനി ആംഗിൾ വെച്ച് നോക്കിയാൽ ആംഗിൾ വെക്കുമ്പോൾ എല്ലാ ആംഗിൾസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിലോ എല്ലാം 90 ഡിഗ്രിയേക്കാൾ താഴെയാണ്. 90 ഡിഗ്രി താഴെയാകുമ്പോൾ ഇത് വരുന്നത് എന്താണ്, ഓൾ ദി 3 ആംഗിൾസ് ആർ ലെസ് ദാൻ 90. സോ ഇത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഹൂസ് ആംഗിൾസ് ആർ 30 ആൻഡ് 120. അപ്പം 120 ഡിഗ്രി കാണുമ്പോൾ തന്നെ ഓർക്കണം ഇതെന്താണ്, ഒബ്റ്റ്യൂസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആൻഡ് 7 സെന്റിമീറ്റർ. ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നു. ഇതെല്ലാം പറയുന്ന സെയിം പോയിന്റ്സ് ആണ്. നമുക്ക് ഇപ്പൊ പഠിച്ച ആ പോയിന്റ്സ് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. സോ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആൻഡ് 7 സെന്റിമീറ്റർ. സോ സൈഡ്സ് എല്ലാം ഡിഫറെന്റ് ആണ്.
ഇപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് മാത്രം തന്നു. സൈഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആംഗിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ആംഗിളിന്റെ നമ്മളൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സൈഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിന്റെ വെച്ചിട്ടുള്ള ട്രയാങ്കിൾ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ സൈഡ്സ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഐസോസെല്ലസ് ട്രയാങ്കിൾ ആണ് പറയുക, കാരണം രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ചുകൂടെ ഒരു ടഫ് ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് 3x + 3 ഒരു ഡിഗ്രി ആണ്, ഡിഗ്രി വൺ ഓഫ് ദി ആംഗിൾസ് ഓഫ് ആൻ അക്യൂട്ട് ട്രയാങ്കിൾ. അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് 3x + 3 ഒരു ആംഗിൾ ആണ്, അതെന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. 3x + 3 ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. കാരണം ഇതെന്താണ്, അക്യൂട്ട് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു ആംഗിൾ ആണ് ഇത് തന്നിരിക്കുന്നത്. സോ നമുക്കിതിനെ സോൾവ് ചെയ്യണമെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. സോ നമ്മൾ ഇതിനെ ഈക്വൽ, തൽക്കാലത്തിന് നമ്മൾ ഇതിനെ ഈക്വൽ ആയിട്ടാണ് എടുക്കുക, കൺസിഡർ ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് ഈക്വൽ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പക്ഷെ നമുക്കിവിടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് ഇപ്പൊ 3x + 3 = 90 എന്ന് കൊടുക്കുക. ഈക്വൽ സൈൻ എല്ലാം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പൊ x = 87, 3 = 29. അടുത്തത് 50, 40 ആൻഡ് 2x മൂന്ന് ആംഗിൾസ് തന്നിട്ടുണ്ട്. 50 ഡിഗ്രി, are angles of a right triangle, then find the value of x എന്നാണ് പറയുന്നത്. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ മൂന്ന് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന് വാല്യൂസ് ഓഫ് ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ വാല്യൂസ് വന്നിട്ടുണ്ട്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്, ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ബാക്കി രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഒരു ആംഗിൾ 90 ഡിഗ്രിയും ബാക്കി രണ്ട് ആംഗിളുടെ സം ചെയ്യുമ്പോൾ ഇവിടെ 90 ഡിഗ്രിയും. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് ഇത് രണ്ടുകൂടെ പ്ലസ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഇവിടുത്തെ ഈ രണ്ട് ആംഗിളോട് സം ചെയ്യുമ്പോൾ ഇത് 90 കിട്ടി. സോ ഇനി ഇവിടെ ഉള്ളത് എന്താണ്, 2x + 4 = 90 ഡിഗ്രി. ഇതാണ് ഉള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കാരണം ഒരു ആംഗിള് റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് 2x + 4 ആണ് ഇത് 90 എന്ന് വരുന്നത്. പിന്നെ നമുക്ക് 2x = 86 വരും, അതായത് 90 - 4 വരും. സോ x എന്ന് പറയുന്നത് 43 വരും. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. മൂന്ന് ആംഗിൾ തന്നിട്ടുണ്ട്. മൂന്ന് ആംഗിളിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ രണ്ട് ആംഗിൾ സം ചെയ്യും, മൂന്ന് ആംഗിളിന്റെ സം ചെയ്യുമ്പോൾ 180 വരണം. ഒബ്വിയസ്ലി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഒരെണ്ണം 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകതയാണ് പൈതഗോറസ് തിയറം വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പൈതഗോറസ് തിയറം പഠിക്കാനായിട്ട് വീണ്ടും വരുന്നുണ്ട്. ഇതിലൊന്നുകൂടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തന്നിട്ട് അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിലേക്ക് പോയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. പൈതഗോറസ് തിയറം എന്താണ്, എപ്പോഴും ഒരു 6th or 7th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, പൈതഗോറസ് തിയറം = ഹൈപ്പറ്റ്ന്യൂസ് സ്ക്വയർ = പെർപെൻഡിക്കുലർ സ്ക്വയർ + ബേസ് സ്ക്വയർ. അതായത്
കർണം സ്ക്വയർ ഇസിക്കൽ ടു പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് മാത്രമേ നമുക്ക് പൈതഗോറസ് തിയറം നമ്മൾ പറയുന്നത്. 90 ഡിഗ്രി ആണല്ലോ. ഇവിടുത്തെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വലിയ സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പറ്റ്ന്യൂസ് എന്ന് പറയുന്നത്. അതാണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വലിയ സൈഡിന്, വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇത് ഒബ്വിയസ്ലി ബേസ് ആണ്, ഇത് ബേസ്, ഇത് പെർപെൻഡിക്കുലർ, ഇത് ഹൈപ്പറ്റ്ന്യൂസ്. അപ്പോൾ നമുക്ക് ഇതിന് മാത്രമേ നമുക്ക് ഈ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, ഇത് ബേസ് ആണ്, പിന്നെ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഹൈപ്പറ്റ്ന്യൂസ്. പൈതഗോറസ് തിയറത്തിന്റെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഹൈറ്റ് വലിയ, ഇപ്പം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ, വലിയ ബിൽഡിങ്ങിൽ നിന്നൊക്കെ ഹൈറ്റും ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഇവിടെ എന്താണ് ഈ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഹൈപ്പറ്റ്ന്യൂസ് സ്ക്വയർ ഇസിക്കൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടാണ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പറ്റ്ന്യൂസ് ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അത് പൈതഗോറസ് തിയറം ഒബേ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കത് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ദെൻ ഓൺലി ദിസ് ഇസ് ബിക്കം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് 3 സൈഡ് തന്നിട്ട് അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ 3 സൈഡ് തന്നിട്ടുണ്ട്, 6, 8, 10. അപ്പം ഇതിൽ ഹൈപ്പറ്റ്ന്യൂസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈഡിനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം 10 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് ഹൈപ്പറ്റ്ന്യൂസ് ആയിരിക്കും. പിന്നെ ബാക്കി ഇത് നമുക്ക് പ്രശ്നമില്ല, ഇപ്പം ഏതാണെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളിപ്പം വീണ്ടും ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഹൈപ്പറ്റ്ന്യൂസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഹൈപ്പറ്റ്ന്യൂസ് എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ഇവിടോട്ട് ചെയ്യുവാണ്. 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ഇത് വളരെ സിമ്പിൾ ആണ്. 36 പ്ലസ് 8 64, ഇവിടെ 100 വരും. ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് 3 സൈഡ് വന്നിട്ടുണ്ട്. 5 ഇഞ്ച് ആൻഡ് 5√2 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതിൽ 5√2 ആണ് ഏറ്റവും വലിയ വാല്യൂ. അപ്പോൾ 5√2 ആയിരിക്കും ഇവിടുത്തെ ഹൈപ്പറ്റ്ന്യൂസ്. അത് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ്, 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ഇത് 50 വരും. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡും അങ്ങനെ വരണമല്ലോ. 5ന്റെ സ്ക്വയർ 25 ആണ്, √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇത് ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ട്രയാങ്കിളിൻ്റെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇതാണ്, അല്ലെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ പൈതഗോറസ് തിയറം ഓൾറെഡി പറഞ്ഞു. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഉള്ളതിനെയാണ് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അവിടെ വന്നിട്ട് ലോങ്ങസ്റ്റ് സൈഡ് ഹൈപ്പറ്റ്ന്യൂസ് ആണ്. ബേസിക് ഇക്വേഷൻ, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്.
3 സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബി സെൻറ്റിമീറ്റർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ബേസ് നമുക്കിവിടെ അറിയില്ല. ബേസ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതാം. ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ്, പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ ആണ്, ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17 സ്ക്വയർ ആണ്. ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. സോ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 289 മൈനസ് 225. നമ്മൾ ഈ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഷോർട്ട് കട്ട് പോലെ, അത് കൂടാതെ തന്നെ നമുക്കൊരു 15 വരെ അല്ലെങ്കിൽ 20 വരെ ഉള്ളത് നമ്മൾ സ്ക്വയർ പഠിച്ചിരിക്കണം, കാണാതെ നമ്മളൊന്ന് പഠിച്ചിരിക്കണം. സ്ക്വയർ 20 വരെ ഉള്ളത്, ഇത് 64 വരും. അപ്പം ബി സ്ക്വയർ ഈസ് ഈക്വൽ 64 ആണ്. അപ്പം ബി എന്ന് പറയുന്നത് √64 പ്ലസ് ഓർ മൈനസ് 8 വരും. സോറി, പ്ലസ് 8. ഓക്കെ. ഇതെന്ന് പറയുന്നത് സൈഡാണ്, ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ അത് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. സോ നമുക്ക് 8 ആണ് നമ്മുടെ വാല്യൂ വരുന്നത്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും സൈഡ് നെഗറ്റീവ് വാല്യൂ ആവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 8 നമുക്ക് വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയർ തന്നിരിക്കുക. അപ്പോൾ സ്ക്വയർ തന്നിട്ട് ഗിവൺ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ഡയഗണലിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കാം. ഡയഗണൽ, നമുക്ക് ഡയഗണൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ വേറെ ഇക്വേഷനായിട്ടൊന്നും പഠിച്ചിട്ടില്ല. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിനെ എന്താണ്, ഈ ഡയഗണൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു രണ്ടും എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ADC എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഏതാണ് റൈറ്റ് ആംഗിൾ? ഇങ്ങനെ വരും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ റൂൾ. അപ്ലൈ ചെയ്യുമ്പോൾ AC സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. AC സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് DC സ്ക്വയർ, that is equal to 4 square plus 4 square. So 4 square plus 4 square 16 plus 16 32. 32നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് ബി സ്ക്വയർ. ഇവിടെ AC സ്ക്വയർ അല്ലേ, അപ്പോൾ AC ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കാനായിട്ട് 32നെ നമുക്ക് 16 × 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 4√2 എന്ന് എഴുതാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരെണ്ണമാണ് മിഡ് പോയിന്റ് തിയറം സ്റ്റേറ്റ്മെന്റ് ആണ്. മിഡ് പോയിന്റ് എന്നാണ് പറയുന്നത്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് ഓഫ് രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ ഹാഫ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡും ആയിരിക്കും. ഇതാണ് മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി വന്നേ, ഇതിൽ മിഡ് പോയിന്റ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ നമുക്കിവിടെ പ്രൂഫ് ഒന്നും വേണ്ട. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പ്രൂഫൊക്കെ വേണമായിരുന്നു. ഇവിടിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പം ക്വസ്റ്റ്യൻസ് അങ്ങനെ വരില്ല. അപ്പം ഇവിടെ നോക്കിയാൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിഡ് പോയിന്റ് രണ്ട് സൈഡ് തമ്മിൽ, ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സൈഡും ഇതിന്റെ മിഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ AC എന്ന് പറയുന്ന സൈഡിന് പാരലായിരിക്കും. ഇതിന്റെ ലെങ്തിന്റെ
ലെങ്തിൻ്റെ പകുതിയുമായിരിക്കും. അപ്പം ഇവിടെ ഇപ്പം ഒരു സൈഡ് നമുക്ക് നോക്കാം, ഡിയും ഇയും, അതായത് ഈ സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. അതായത് ഇതിപ്പോൾ 10 ആണ്, അതിൻ്റെ പകുതി 5-ലുള്ള പോയിന്റ് ഇത്. അതുപോലെ തന്നെ ഈ സൈഡിൻ്റെ മിഡ് പോയിന്റ് ഇത് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വന്നു. ഈ ലൈൻ എന്ന് പറയുന്നത് ബി സി എന്ന് പറഞ്ഞ തേർഡ് സൈഡിന്, കാരണം നമ്മളിപ്പോൾ എടുത്ത മിഡ് പോയിന്റ് ഇതിൻ്റെ ഈ സൈഡിൻ്റെയും മിഡ് പോയിന്റ് തമ്മിലാണ് ജോയിൻ ചെയ്തത്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിന് പാരലും മൂന്നാമത്തെ സൈഡിൻ്റെ ഈ ലെങ്തിന് ഹാഫും ആയിരിക്കും. ഇപ്പം ഡി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി ആയിരിക്കും. ഇതാണ് ഈ മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത്. അതിപ്പം ഈ സൈഡും ഈ മിഡ് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ലൈന് പാരൽ ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്തിൻ്റെ പകുതി. അങ്ങനെയാണ് ഏതെങ്കിലും രണ്ട് മിഡ് പോയിന്റ്, അങ്ങനെയാണ് ഈ മിഡ് പോയിന്റ് തിയറം പറയുന്നത്. പിന്നെ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിപരീതമായിട്ട് നമുക്ക് വേണേൽ ഇതിനെ ഇങ്ങനെ പറയാം. ദ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം ചെയ്താൽ ഇഫ് എ ലൈൻ ഡ്രോൺ ത്രൂ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ ഒരു മിഡ് പോയിന്റിൽ കൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് പാരൽ ടു അതർ സൈഡ്, ഇറ്റ് ബൈസെക്ട് ദ തേർഡ് സൈഡിനെ ഈക്വലി ബൈസെക്ട് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തേർഡ് സൈഡിനെ ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് ഇത്, അതായത് ഒരു ലൈൻ നമ്മൾ ഇതിന് പാരലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് ഈക്വലായിട്ട് ഡിവൈഡായിട്ട് ബൈസെക്ട് ചെയ്തിട്ടായിരിക്കും, ഒരു സൈഡിനെ ബൈസെക്ട് ചെയ്താണ് പോകുന്നത്. മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത് ഈസി ആണല്ലോ. നോക്കിയാൽ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഇത് തന്നിട്ട് ബി സി എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. ഇ എഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇ എഫ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ഇ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി ആണ്. കാരണം എന്താണ്, ഈ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്തപ്പം ഒരു മിഡ് പോയിന്റ് ആണ്, മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്തു. അതെന്ന് പറയുന്നത് ഈ സൈഡിൻ്റെ പാരലുമാണ്, ഈ സൈഡിൻ്റെ പകുതിയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 14, 7 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഏരിയയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഏരിയ കാണുമ്പോൾ ട്രയാങ്കിളിനെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏരിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എപ്പോഴും പറയാറുണ്ട് ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് പറയും. പക്ഷെ അത് ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് പറയുന്ന ഏതിനാണ്, നമ്മുടെ ജനറൽ ഫോർമുല ഇതാണ്. പക്ഷെ ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞ ഒരു കേസ് ഞാൻ പറഞ്ഞു. അതായത് സ്കെയിലിൻ ട്രയാങ്കിൾ, അതായത് ലെങ്ത് എന്ന് പറയുന്നത് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എ, ഇത് ബി, ഇത് സി, അതായത് മൂന്നും ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പം ഏരിയ കണ്ടുപിടിക്കാൻ തന്നെ 3 ഫോർമുല ട്രയാങ്കിളിൻ്റെ കേസ് വരുന്നുണ്ട്. വേറെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡും കൂടെ ആഡ് ചെയ്യാം, ബി പ്ലസ് സി ചെയ്യാം, ഡിവൈഡ് ബൈ 2 ചെയ്യാം. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡും
ഈക്വൽ ആണെന്നല്ലേ പറയുന്നത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ √3/4 a². അങ്ങനെയാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നേരെ കൊടുത്തേക്കുവാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹാവിംഗ് ദ സൈഡ് ലെങ്ത് ഓഫ് 10 cm. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 cm തന്നു. ഈസി അല്ലേ? ഇക്വേഷൻ √3/4 × a² എന്ന് ആൻസർ വരും. ഇനി പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു ഇതൂടെ ഉണ്ട്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. സൈഡ് എന്ന് പറയുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. 3:4:5 എന്നുള്ള ഒരു റേഷ്യോ തന്നു. അപ്പൊ ഏരിയ തന്നിട്ടുണ്ട് 216 ആണ്. ഇനി പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കുക. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. മൂന്ന് സൈഡും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. പക്ഷേങ്കിൽ ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? സൈഡിന്റെ റേഷ്യോ തന്നിട്ടുള്ളൂ. അപ്പൊ സൈഡിന്റെ റേഷ്യോ വന്നു കഴിഞ്ഞാൽ 3x 4x 5x എന്ന് എടുക്കുക. ഇനി ഇത് 3 ഡിഫറെന്റ് സൈഡ്സ് ആണല്ലോ. ഡിഫറെന്റ് സൈഡ് ആകുമ്പോൾ നമുക്കറിയാം ഏതാണ്? സ്കെയിലീൻ ട്രയാങ്കിൾ ആണ്. ഇത് സ്കെയിലീൻ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എസ് കണ്ടുപിടിക്കണം. അപ്പോൾ 3x + 4x + 5x ചെയ്യുക, /2 ചെയ്യുക. അപ്പോൾ 6x 4 7 12 12x /2 6x വരും. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ √s × s - a × s - b × s - c വരും. അപ്പം അതിന് നമ്മളിവിടെ √6x × 6x - 3x, ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. അതായത് 6x കിടക്കുക, പിന്നെ 6x - 3x-നെ 3x എന്ന് എഴുതാം. 6x - 4x ഇവിടുത്തെ b എന്ന് പറയുന്നത് 2x × x. നമുക്ക് എല്ലാം കൂടി ചെയ്യുമ്പോൾ √36x⁴ = 216 കിട്ടും. x⁴ നമുക്കറിയാം 36ന്റെ റൂട്ടിൽ വരുമ്പോൾ 6 വരും. x⁴ റൂട്ട് x² ആണല്ലോ. കാരണം 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പൊ x = 216. ഇനി നമുക്ക് x² = 216 / 6 ചെയ്യാം. അപ്പൊ 36 വരും. x = 6 വന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ സൈഡും നമുക്ക് വാല്യൂ കിട്ടും. 3 × x 18, 4 × x 24, 5 × x 30. ഇനി ഇത് മൂന്നും കൂടെ ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്തെടുത്താൽ പെരിമീറ്റർ കിട്ടും. പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് എല്ലാ ട്രയാങ്കിൾ, അതായത് ഇതിന്റെ ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് ചുറ്റളവാണല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ. പിന്നെ മിഡ് പോയിന്റ് വെച്ചിട്ട്, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 സൈഡിന്റെ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. ഒപ്പം ആ മൂന്നാമത്തെ സൈഡിന്റെ പകുതിയായിരിക്കും അതിന്റെ ലെങ്ത്. അപ്പം അതിൽ നിന്നൊരു ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എന്തായാലും വരും. ഇപ്പൊ ട്രയാങ്കിൾസ് നിങ്ങൾ ചിലപ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ ക്ലാസ് ലാസ്റ്റ് ഒക്കെ ആയി എടുത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് കാരണം ഈ മിഡ് പോയിന്റ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, പിന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് 3 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ, ഇതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്കാണ്. സോ നിങ്ങളത് ജസ്റ്റ് നോക്കണം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. 3-4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ. അതിന്റെ ആംഗിൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അല്ലെങ്കിൽ സൈഡ് വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഏത് ടൈപ്പാണെന്ന് ചെയ്യണം. പിന്നെ നമ്മുടെ പൈതഗോറസ് തിയറം, അത് വെച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം നമുക്ക് പൈതഗോറസ് ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന രീതിയാക്കണം. പിന്നെ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ ഈ പിന്നെ ഏരിയയുടെ 3 ഇക്വേഷൻസ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ്
ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിത് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. ഓക്കെ. Okay, okay, thank you all.